സാംസങ് ഗാലക്സി ബഡ്സ് പ്രോ ഒരു വർഷമായി നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മുടെ സമ്മർ സെയിലിൽ 6,990 രൂപയ്ക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി ബഡ്സ് പ്രോ ഒരു വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചാൽ, അതായത് 2022 നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ് എന്ന് പറയുന്നത്. ഏറ്റവും മുന്നിലായിട്ട് ഗാലക്സി ബഡ്സ് പ്രോ എന്നും ഈ ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോയും അതുപോലെ തന്നെ സാംസങ്ങിന്റെ ലോഗോയും കാണാം. പുറകിൽ നോക്കുവാണെങ്കിൽ 2-way സ്പീക്കർ, 4 റിച്ച് സൗണ്ട്, അതുപോലെ തന്നെ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ, 5 to 18 hours പ്ലേ ടൈം, IPX7 വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു സൈഡിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് മാർച്ച് 2022. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ എഴുതിയിരിക്കുന്നത് 17,990 രൂപയാണ്. എന്നാൽ സാംസങ്ങിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ ബ്ലാക്ക് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 8,490 രൂപയാണ് അതിന് കാണാൻ സാധിക്കുന്നത്. ആമസോണിലേക്ക് വരുവാണെങ്കിൽ 9,890 രൂപ ബ്ലാക്കിനും 15,990 രൂപ സിൽവറിനും അതുപോലെ തന്നെ വയലറ്റിന് 14,517 രൂപയാണ് കാണാൻ സാധിക്കുന്നത്. ബ്ലാക്ക് മേടിക്കുന്നതാണ് നമ്മൾ എവിടെ നിന്നായാലും അത്യാവശ്യം ലാഭം ഉള്ളത്. അല്ലാതെ നിങ്ങൾക്ക് കളർ തന്നെ വേണമെങ്കിൽ ഇത്രയും കാശ് നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് ഒരു എക്സ്ട്രാ ആക്സസറീസ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു ടൈപ്പ് സി കേബിളും കൂടാതെ 2 ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകൾ അത്യാവശ്യം നല്ല മോഡലോട് കൂടിയിട്ട് തന്നെയാണ്, ഒരു ചെറിയൊരു ബോക്സിൽ തന്നെയാണ് അതും കാണാൻ സാധിക്കുന്നത്. അല്ലാണ്ട് വേറെ യാതൊരുവിധ സംഭവങ്ങളും ആക്ച്വലി ഇതിനകത്തില്ല. യാതൊരു സംഭവം അതിനകത്തില്ല എന്നുള്ളതല്ല, നമുക്ക് ആക്ച്വലി സാംസങ്ങിൻ്റെ ചെറിയൊരു ബോക്സ് ആയിട്ട് ഇതിൻ്റെ അകത്ത് ഒട്ടിയിരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഉറപ്പായിട്ടും നമ്മുടെ വാറണ്ടി കാർഡും അതുപോലെ തന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡുമാണ് ലഭ്യമാകുന്നത്. എന്തായാലും ഓവറോൾ ആക്ച്വലി ബോക്സ് ഒക്കെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ 5,000 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചിട്ട് ആ ഒരു പ്രീമിയം ക്വാളിറ്റി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ സംഭവം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി ബഡ്സ് പ്രോ. എന്തായാലും ഫിസിക്കലി ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കേസോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. മാറ്റ് ഫിനിഷ്ഡ് ആണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. ഇതല്ലാണ്ട് നമുക്ക് സിൽവർ, വയലറ്റ് എന്നിങ്ങനെ 3 കളേഴ്സിലാണ് നമുക്കിത് ലഭ്യമാകുക. സാംസങ് സൗണ്ട് ബൈ AKG എന്ന് ഏറ്റവും മുകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുന്നിലായിട്ടൊരു LED ഇൻഡിക്കേറ്ററും കാണാം. പിറകിലൊരു ടൈപ്പ് സി പോർട്ടും ഉണ്ട്. ഇതിനകത്ത് നമുക്ക് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ടാണ് കേട്ടോ. അതും എടുത്ത് പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല. 472 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. ഈ ഒരു 472 mAh നിന്ന് നമുക്ക് 28 മണിക്കൂറാണ് ടോട്ടൽ പ്ലേ ടൈം. ANC ഓഫ് ചെയ്താൽ കമ്പനി അവകാശപ്പെടുന്നത്. ANC ഓൺ ആക്കിയാൽ 18 മണിക്കൂറും കമ്പനി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു 1.5 മണിക്കൂറിനകത്ത് നമുക്കിത് 100% ചാർജ് ചെയ്യാൻ പറ്റും. കൂടാതെ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് നമ്മൾ ചാർജ് കഴിഞ്ഞാൽ 1 മണിക്കൂറും ടോട്ടൽ പ്ലേ ടൈം നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇനി കേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഇയർബഡുകളുടെ ഇരിപ്പുണ്ട്. എന്തായാലും അത്യാവശ്യം നല്ല എന്താ പറയുക, ലിഡ് ആണെങ്കിൽ പോലും കേട്ടോ വേറെ ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഇയർബഡുകളെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ളതും ഒരു യുണീക്ക് ഡിസൈനോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുന്നത്. 2-way സ്പീക്കേഴ്സ് ആണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. 11 mm വൂഫേഴ്സും അതുപോലെ തന്നെ 6.5 mm ട്വീറ്ററും ഇവിടെ ഉണ്ട്. ഫിസിക്കലി ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ ഭാഗം ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. അവിടെ ഒരു സ്പീക്കർ ഗ്രില്ലും കാണാം. ഈ ഒരു സ്പീക്കർ ഗ്രില്ല് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും അടിയിലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മാറ്റ് ഫിനിഷ്ഡ് ആണ്. എന്തായാലും 3 മൈക്ക് ഉണ്ട് കേട്ടോ ഇതിൽ. അതാണ് എടുത്തു പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്. 6.3 grams ഉണ്ട് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ്. എന്നാൽ പോലും ഭയങ്കര ഒരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കൂടാതെ 61 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ANC ഓൺ ആയി കഴിഞ്ഞാൽ 5 മണിക്കൂറും അല്ലെങ്കിൽ നമുക്ക് 8 hours സിംഗിൾ ചാർജിൽ കിട്ടുന്നതാണ്. ഇനി വെയറിംഗ് കംഫർട്ട് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വേറെ ഒരു കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ചെവിയിൽ ഇരിപ്പുണ്ട്. 6.3 grams ആണെങ്കിൽ പോലും നമുക്കത് അത്രയ്ക്കും വലിയ ഫീൽ ഒന്നും ആക്ച്വലി ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ഭാഗത്താണ് നമ്മുടെ ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത്. ടച്ച് കൺട്രോൾസ് നല്ല സെൻസിറ്റീവ് ആണ്, അവിടെയും വേറെ സംശയമൊന്നുമില്ല. ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ
നെക്സ്റ്റ് ട്രാക്കിലേക്കും പോകും. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. അതുപോലെ തന്നെ ടച്ച് ആൻഡ് ഹോൾഡ് നമ്മൾ ഇതിൽ ഏതിൽ ചെയ്താലും ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആംബിയൻസ് മോഡ്, അതായത് ട്രാൻസ്പെറൻസി മോഡൊക്കെ വർക്ക് ആവുന്നതാണ്. ടച്ച് കൺട്രോൾസും ANCയും പറഞ്ഞപ്പോൾ നമുക്ക് പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഗാലക്സി വെയറബിൾ യൂസ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഓൾറെഡി പെയർ ചെയ്തേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഗാലക്സി ബഡ്സ് പ്രോ ഇതിനകത്ത് വന്നത്. ഗാലക്സി ബഡ്സ് പ്രോ ലെഫ്റ്റ് റൈറ്റ് 60% റിമൈനിങ് ആണെന്ന് കാണിക്കുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്ക് നോയിസ് കൺട്രോൾസ്, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ആംബിയൻ സൗണ്ട് നമുക്ക് ഇതിങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് മാറ്റാൻ സാധിക്കുന്നതാണ്. അതുപോലെ ANCയുടെ ലെവൽ നമുക്ക് ഹൈ ലോ ഏതുണെങ്കിലും ആക്കാം. അതുപോലെ തന്നെ ആംബിയൻ സൗണ്ട് നമുക്ക് എക്സ്ട്രാ ഹൈ ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്, അത് നമുക്ക് ഹൈ അല്ലെങ്കിൽ മീഡിയം ലോ ഒക്കെ കൊടുക്കാം. ഇപ്പോൾ എക്സ്ട്രാ ഹൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ പോലും അത് നമുക്ക് ഇതിനകത്ത് കേൾക്കാൻ പറ്റും. അത്രയ്ക്കും നല്ല എന്താ പറയുക ആക്യുറേറ്റ് ആണ് ഈ ഒരു സംഭവം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ വോയിസ് ഡിറ്റക്ട് ഉണ്ട്. അതുപോലെ തന്നെ അതായത് വോയിസ് ഡിറ്റക്ട് വെച്ചിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം. കൂടാതെ ടച്ച് നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്തിടാം. അതായത് നിങ്ങൾ കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ തട്ടുന്ന ഒരു അവസരം വരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് ഡിസ്റ്റർബൻസ് ആവും. കാരണം വെച്ച് കഴിഞ്ഞാൽ പാട്ട് പ്ലേയും പോസും ഒക്കെ ആവും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് ബ്ലോക്ക് ടച്ചസ് കൊടുത്തുവാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു സംഭവമേ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമേ വരത്തില്ല. കൂടാതെ ടച്ച് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നോയിസ് ക്യാൻസലേഷൻ നമുക്ക് സ്വിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇയർബഡ് സെറ്റിംഗ്സ് ഉണ്ട്. അതിനകത്ത് ഇക്വലൈസർ ഇപ്പോൾ ബേസ് ബൂസ്റ്റ് ആണ് ഇട്ടുന്നത്. നമുക്ക് നോർമൽ ആക്കാം, സോഫ്റ്റ് ആക്കാം, ഡൈനാമിക് ആക്കാം, ക്ലിയർ ആക്കാം, ട്രിപ്പിൾ ബൂസ്റ്റ് ആക്കാം. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം അതിലേക്ക് അത് പോകാന്നേ ഉള്ളൂ. കൂടാതെ സീംലെസ് ഇയർബഡ് കണക്ഷൻ ഞാൻ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഞാനിപ്പോൾ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഇങ്ങനെ ഊരുവാണെങ്കിൽ അത് പോസ് ആവും. നമ്മൾ വെക്കുമ്പോഴത്തേക്ക് വീണ്ടും അത് ഓട്ടോമാറ്റിക്കലൊക്കെ പ്ലേ ആവുന്നതാണ്. കൂടാതെ റീസെറ്റ് ചെയ്യാനും ഇയർബഡ്സ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. കൂടാതെ എബൌട്ട് ഇയർബഡ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഗാലക്സി വെയറബിൾ ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.0യും അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IPX7 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ 1 മീറ്റർ നമുക്ക് 30 മിനിറ്റ് ഇത് വെള്ളത്തിൽ മുക്കി നിന്നാൽ പോലും ഈ ഒരു സംഭവത്തിന് യാതൊരുവിധ കേടുപാടുകളും ഉണ്ടാകത്തില്ല. ഇയർബഡുകൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ആ ഒരു പ്രൊട്ടക്ഷൻ, കേസിന് അതില്ല. അതുകൊണ്ട് തന്നെ കേസ് വെച്ചിട്ട് നമുക്ക് എന്താ പറയുക ഇതുപോലെ മഴയൊക്കെ നനഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസസ് ഉണ്ട്. എന്നാൽ ഈ ഒരു ഇയർബഡ് വെച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ നമ്മൾ ഡ്രിസ്ലിങ്ങിലൊക്കെ ജോഗിങ്ങിനൊക്കെ പോകണമെങ്കിലും വേറെ ഒരു പ്രശ്നവും ഇതിന് വരാൻ ചാൻസസേ ഇല്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഓരോ ഇയർബഡുകളിലും 3 മൈക്ക് വെച്ചിട്ടാണ് ഉള്ളത്. അതായത് 6 മൈക്ക് ഉണ്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോളിംഗ് പർപ്പസ് ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോറിറ്റി എങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. എന്തായാലും മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടോളൂ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗാലക്സി ബഡ്സ് പ്രോയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത് ഇൻഡോറിനകത്ത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു 6 മൈക്കിൽ നിന്നും ലഭ്യമാകുന്ന എൻ്റെ ആ ഒരു വോയിസ്? എന്തായാലും എനിക്ക് ഉറപ്പാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. ഈ ഒരു ഗാലക്സി ബഡ്സ് പ്രോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ആഷിക്കിന്റെ ആണ്. ആഷിക്ക് ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട്. എന്നാൽ എന്നോട് ആദ്യം ഒന്നും പറഞ്ഞില്ലായിരുന്നു ഞാൻ ഗാലക്സി ബഡ്സ് പ്രോയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കുറച്ച് സംസാരിച്ച് മുന്നോട്ട് പോയതിനു ശേഷം എന്നോട് ഇങ്ങോട്ട് ആഷിക്ക് പറയുകയുണ്ടായി, ബ്രോ എങ്ങനെയുണ്ട് മൈക്ക് ക്വാളിറ്റി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് ഗാലക്സി ബഡ്സ് പ്രോ എന്നാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങളൊരു കോളിംഗ് പർപ്പസ്, നിങ്ങൾക്ക് പ്രയോറിറ്റി എന്ന് പറയുന്നത് കോളിങ്ങിനാണെങ്കിൽ ഉറപ്പായിട്ടും കണ്ണും പൂട്ടി ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാം. പിന്നെ ഇത്രയും രൂപയുണ്ടെന്നുള്ള ചെറിയ സംഭവം മാത്രമേ ഉള്ളൂ. ബിസിനസ്സുകാർക്കൊക്കെ ഉറപ്പായിട്ടും എന്താ പറയുക, ഒരു ആപ്പിൾ എയർപോഡ്സ് പ്രോ ഒരു കോളിംഗ് പർപ്പസിന് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് പോകാം. ഇപ്പോൾ 10,000 രൂപയ്ക്കകത്ത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ഡിസൈനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോകാന്നേ ഉള്ളൂ. ഇനി മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഒരു പൊതുവേ നമുക്ക് സാംസങ്ങിൽ നിന്നൊക്കെ കിട്ടുന്നത് ഒരു ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണ്. എന്നാൽ ഇവിടെ ഒരു പൊടിക്ക് ബേസ് ഡോമിനേറ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് ബേസ് ഭയങ്കര ഡോമിനേറ്റഡ് അല്ല. ബേസ് ലവേഴ്സിന് ഇത് ഇഷ്ടമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ബേസ് ഡോമിനേറ്റഡ് ആണോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡോമിനേറ്റഡ് ആവണ്ട എന്നുള്ളവരൊക്കെയാണെങ്കിലും ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വേറെ ഒരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ല ബേസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മ്യൂസിക് ക്വാളിറ്റിയിൽ ഞാൻ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കങ്ങനെ വലിയ ഒരു പ്രശ്നം ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഇനി ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ലോ ലേറ്റൻസി എത്ര ഉണ്ടെന്ന് തന്നെ എവിടെ എഴുതിയിട്ടില്ല. പക്ഷേ നമുക്ക് ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഡിലേ ഉണ്ട് കേട്ടോ. ഭയങ്കര പ്രോ പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഇത്രയും വില കൊടുത്തിട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ ഗെയിം കളിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. എന്നാൽ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ലേറ്റൻസി ഒക്കെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഓവറോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 2022 നമുക്കിത് വർത്ത് ബൈയിങ് ആണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും
പറയുന്നത് ഒരു പ്രീമിയം പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രീമിയം ബഡ് നോക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രയോറിറ്റി എന്ന് പറയുന്നത് കോളിംഗ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് കണ്ണുംപൂട്ടി വാങ്ങിക്കാവുന്നതാണ്. ഇനി ഇതിനേക്കാളും നല്ലത് മറ്റേതാണോ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീമിയം ഇയർബഡുകളൊക്കെ നമ്മൾ അങ്ങനെ കൂടുതൽ അൺബോക്സ് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അങ്ങോട്ട് പറയാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സാംസങ് ഗാലക്സി ബഡ്സ് പ്രോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും കോളിംഗ് പേർപ്പസ് ഒക്കെ തന്നെ നിങ്ങളുടെ എന്താ പറയുക പ്രയോറിറ്റി ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ ഒരു നഷ്ടമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു സാംസങ് ഗാലക്സി ബഡ്സ് പ്രോയും ഡിസോ ഗോപോഡ്സ് നിയോയും ആക്ച്വലി ആഷിക്കിന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ ഏതാണ് ബെറ്റർ എന്നുള്ളത്, അതായത് 15,000 രൂപ കൊടുത്തിട്ട് നമ്മൾ സാംസങ് ഗാലക്സി ബഡ്സ് പ്രോ വാങ്ങിക്കണോ അതല്ല 2,300 രൂപ കൊടുത്തിട്ട് ഗോപോഡ്സ് നിയോ വാങ്ങിച്ചാലാണോ വർത്ത് ബൈയിങ് ആകുക എന്നുള്ളത് ഒരു യൂസർ റിവ്യൂ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തായാലും അത് ഉറപ്പായിട്ടും നിങ്ങൾ കാണേണ്ട ഒരു വീഡിയോ തന്നെ ആയിരിക്കും. ആഷിക്കിന്റെ സ്വന്തം അതായത് ഉപയോഗിച്ചതിന് ശേഷം ഉള്ളൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് ആ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ സാംസങ് ഗാലക്സി ബഡ്സ് പ്രോയിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായല്ലോ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.